ടോവിനോ തോമസിൽ നിന്ന് ഞാൻ ഇത് പ്രതീക്ഷിച്ചു. ഇവിടെ പാലുകാച്ചൽ, ഇവിടെ ആശുപത്രി, പാലുകാച്ചൽ. നമസ്കാരം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഇന്ന് ഒരു വീഡിയോ ഉണ്ട്. അതായത് ടോവിനോ തോമസ്, ഗ്രേസ് ആന്റണി, ഷീരി അബ്രഹാം, അർജുൻ അശ്വൻ, ദീപക് പിള്ള ഇവരെല്ലാം മാജിക് ഫൈലിന്റെ ലിസ്റ്റ് സ്റ്റീഫൻ, പ്രൊഡ്യൂസർ ലിസ്റ്റ് സ്റ്റീഫന്റെ പുതിയ തിയേറ്റർ ഉദ്ഘാടനത്തിന് വന്നു. എവിടാന്ന് എനിക്കറിയില്ല. നിങ്ങൾ ഒന്ന് ഓർത്തണം, ഇന്ന് ഹർത്താൽ ദിവസമാണ്. കടകളൊക്കെ അടപ്പിച്ച് വണ്ടികളൊക്കെ ഓടിക്കാതെ അവര് സ്ട്രോങ് ആയിട്ട് ഒരു പയ്യൻ മരിച്ചതിനെ ആ പയ്യനെ നീതി കിട്ടാൻ വേണ്ടി ഒരു ഹർത്താൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇവരിവിടെ തിയേറ്റർ ഉദ്ഘാടനം വന്നിരിക്കുന്നത്. ലിസ്റ്റ് സ്റ്റീഫൻ ഇവരെ വിളിച്ചിട്ട് തിയേറ്റർ ഉദ്ഘാടനം വന്നേ. നിങ്ങൾ ഓർത്തണം, ഇവിടെ ഹർത്താല്, അവിടെ തിയേറ്റർ ഉദ്ഘാടനം. എല്ലാ കടകളും അടപ്പിച്ചിട്ടുണ്ടെങ്കിലും ബസ്സുകൾ ഓടിക്കുന്നില്ല, വണ്ടികളൊന്നും ഓടിക്കുന്നില്ല. അപ്പോൾ ഇവർ തിയേറ്റർ തുറന്ന് ഉദ്ഘാടനം ചെയ്യുന്നത്. ഇവിടെ പാലുകാച്ചൽ, ഇവിടെ ആശുപത്രി, പാലുകാച്ചൽ ആശുപത്രി. അങ്ങനെ ഒരു സംഭവം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ലിസ്റ്റ് സ്റ്റീവനെ വിവരമില്ലെന്ന് മനസ്സിലായി. 10 വയസ്സ് വീട്ടിൽ. പക്ഷേ ഈ ടോവിനോ തോമസ് എങ്കിലും ഈ ലേഡീസിന്, ഈ വന്ന ലേഡീസിനും വിവരമില്ലെന്ന് മനസ്സിലായി. അർജുനാസിനും ഒട്ടുമില്ലെന്ന് മനസ്സിലായി. പക്ഷെ ഈ ടോവിനോ തോമസിന് നമ്മൾ ഇത് പ്രതീക്ഷിച്ചില്ല. ടോവിനോ തോമസ് ഈ പ്രളയത്തിന്റെ കാര്യങ്ങൾ, എല്ലാ കാര്യത്തിലും സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് പൊളിറ്റിക്സ് ഒക്കെ കറക്റ്റായിട്ട് പറയുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് ഇച്ചിരി വിവരമാണെന്ന് വിചാരിച്ചു. അദ്ദേഹത്തിനും ഇല്ലെന്ന് മനസ്സിലായി. ടോവിനോ തോമസിൽ നിന്ന് ഞാൻ ഇത് പ്രതീക്ഷിച്ചു. കാരണം അദ്ദേഹത്തിന് പറയാം, ഇന്ന് ഹർത്താൽ നടന്നോളൂ, ലിസ്റ്റീഷനോട് ഇന്ന് ഹർത്താൽ നടന്നുകൊണ്ടിരിക്കണേ, വൈകിട്ട് 6 മണിക്ക് ശേഷം ഉദ്ഘാടനം വെച്ചാൽ പറയാം. അല്ലെങ്കിൽ അവർ വന്ന് ബഹളം ഉണ്ടാക്കി, പ്രശ്നം ഉണ്ടാക്കും. അവർ ബഹളം ഉണ്ടാക്കി തരും. നമ്മൾ ചെയ്യുന്ന ശരിയല്ല. നമുക്ക് 6 മണിക്ക് ശേഷം ഉദ്ഘാടനം വെച്ചായി. ഒരു പയ്യൻ മരിച്ചതിന് അതിന് നീതിക്ക് വേണ്ടി അവർ ഹർത്താൽ നടത്തിക്കൊണ്ടിരിക്കുക, നമ്മളിവിടെ ഉദ്ഘാടനം ചെയ്യുന്ന ശരിയെന്ന് ടോവിനോ തോമസിന് പറയാം. അതിനുള്ള അവകാശമുണ്ട്. പറഞ്ഞ 6 മണിക്ക് ശേഷം നടക്കത്തുള്ളൂ. അപ്പൊ അവർക്ക് ആരും ഒന്ന് പറഞ്ഞാലും ആരും ഒന്ന് പറഞ്ഞാലും വിഷയമില്ലെന്ന രീതി അവർ പോയി ചെയ്യും. അവിടെയാണ് സമരക്കാരും വന്നിട്ടില്ല, തടയാനും ആരും വന്നിട്ടില്ല. കുറെ ജനങ്ങളും വന്നു ഇവരെ കാണാനായിട്ട്. ഈ ജനങ്ങൾക്കും 10 വയസ്സ് വരില്ലെന്ന് മനസ്സിലായി. ഒരു ഹർത്താൽ നടന്നു ഇങ്ങനെയൊക്കെ വന്ന് ആൾക്കാരെ നടന്മാരെ കാണാൻ ഓടി വരുന്നത് ആരും ഒട്ടും പ്രതീക്ഷിച്ചില്ല. എന്തായാലും ടോവിനോ തോമസ് ഇത് പ്രതീക്ഷിച്ചില്ല. ഈ ഡിസിഷന് വിവരമില്ലാത്തതുകൊണ്ട് എങ്ങനെ ചെയ്യുന്ന പറയാം. പക്ഷെ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിച്ചില്ല. നിങ്ങളൊക്കെ ആലോചിക്കുക, നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണെങ്കിൽ, നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങളുടെ സഹോദരോ സഹോദരിയോ ബന്ധുക്കത്തിലുള്ളവരോ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരോ ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ മരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കാൻ വേണ്ടി ഒരു ഹർത്താൽ നടത്താൻ നിങ്ങൾ ഇങ്ങനെ ഉദ്ഘാടനത്തിന് പോകും, അല്ല നിങ്ങൾ ഇങ്ങനെ തമാശ കളിച്ചിരിക്കും? ഇല്ലല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഒരു ഇതില്ല. കാരണം ഇതാണ് കേരളം. അവരുടെ കാര്യം മാത്രം. ഒരാൾക്ക് നീതിക്ക് വേണ്ടി ഹർത്താൽ നടത്തിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിനാണ്ട് പോവാ, പ്രൈവറ്റ് കൊണ്ട് പോവാ. അത് തന്നെ ഇതാണ് ഇവിടുത്തെ ഏറ്റവും വേർതിരിവ്. അത് മോശമായപ്പോൾ ഞാൻ ടോവിനോ തോമസിന്റെ പുറത്തുള്ളൂ. എനിക്ക് ടോവിനോ തോമസിനാണ് പറയാനുള്ളത്. അല്ലെങ്കിൽ അദ്ദേഹത്തിന് നമ്മൾ ജെന്റിൽമാനായിട്ട് കണ്ടിട്ടുള്ളൂ. അദ്ദേഹം നമ്മൾ ഒരു ബഹുമാനവും സ്നേഹമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഇന്നത്തോടെ നമ്മൾ കളഞ്ഞു പിടിച്ചു. അദ്ദേഹം ഉദ്ഘാടനം വരേണ്ട കാര്യമില്ല. അല്ലെ 6 മണിക്ക് ശേഷം വന്നാൽ മതിയായിരുന്നു. ഇതിപ്പോ ഇവര് ഈ ഒരാഴ്ച മുമ്പ് പറഞ്ഞ് പ്രഖ്യാപിച്ച ഹർത്താലാണ്. ഇനിയിപ്പോ വേണം പറയാം, ഞങ്ങൾ ഹർത്താലിന് മുമ്പേ പ്രഖ്യാപിച്ച ഒരു ഉദ്ഘാടനം എന്ന് പറയാൻ. 6 മണിക്ക് ശേഷം ഉദ്ഘാടനം വെച്ച എന്താ കുഴപ്പം? ഈ ഇടിഞ്ഞു വീഴും ഒന്നുമില്ലല്ലോ. ദേശകാര്യത്തിൽ ഉദ്ഘാടനം ചെയ്യുന്നല്ലോ. അപ്പൊ അതൊക്കെ എന്നും നടക്കും ഈ കേരളത്തിൽ, അവർക്കറിയാം. അതുകൊണ്ട് അവർ ഇനി ഭാവനയ്ക്ക് കേസ് ഉടമമാരെല്ലാം തലേ നോക്കിക്കൊണ്ട് അത് ഇത് ഒരു നടനെ കുറ്റം പറഞ്ഞ എല്ലാം ചെയ്യുന്ന എല്ലാ നടന്മാരും ഇവരെ കാണുന്നല്ലോ. അപ്പൊ ഇങ്ങനെ ഒരു പയ്യനെ ആവശ്യം ഇവരെ കുറിച്ച് സംസാരിക്കുന്ന പോയില്ല, അതിനെക്കുറിച്ച് ആരും പറയുന്നില്ല. അപ്പൊ സിനിമ ഇവർക്ക് എന്തെങ്കിലും പറ്റിക്കണേ ഇവരൊക്കെ തല നോക്കി അങ്ങ് പറഞ്ഞു നടക്കും. നമുക്ക് പേരും പ്രശസ്തി കിട്ടും, 10 പേര് അറിയില്ലോ. ഈ ഒരു പയ്യനോട് ഒരു സാധാരണപ്പെട്ട ഒരു ഒരു മനുഷ്യൻ മരിച്ചപ്പം അതിനെക്കുറിച്ച് ഒരു നീതിക്ക് വേണ്ടി ഹർത്താൽ നടന്നു മാനം സഹകരിക്കാൻ ആരും ഇല്ല. സഹകരിച്ചില്ലും വേണ്ട. ഈ ഉദ്ഘാടനം വന്ന മോശമായി. ടോവിനോയിൽ നിന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. മോശമായി.